ഈ ഓഫീസിലെ അപ്ഡേഷന് ശേഷം വന്നിട്ടുള്ള മാറ്റങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ ഒന്നാമതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു റെസീപ്റ്റ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. അതിനു മുമ്പ് ശ്രദ്ധിക്കേണ്ടത് പുതിയ അപ്ഡേഷന് ശേഷം ഇടതുവശത്തായിരുന്നു ഗ്രീൻ നോട്ട്, വലതുവശത്തായിരുന്നു TOC ഉണ്ടായിരുന്നത്. പക്ഷെ നേരത്തെ TOCയിലെ കണ്ടന്റ്സ് താഴെയായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ അത് മാറിയിട്ടുണ്ട്. ഇത് TOC, തൊട്ടപ്പുറത്തായിട്ട് റീസെന്റ് വെച്ചിട്ടുണ്ട്, തൊട്ടപ്പുറത്തായിട്ട് ഓൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പ്രീവിയസ് നോട്ട്സ് കാണാൻ വേണ്ടിയിട്ടുള്ള ബട്ടൺ വീണ്ടും ഹൊറിസോണ്ടലായിട്ടാണ് വെച്ചേക്കുന്നത്. അതിനുശേഷം ഡ്രാഫ്റ്റ് ലിസ്റ്റ് വെച്ചിട്ടുണ്ട്, അതിനുശേഷം ഡ്രാഫ്റ്റ് ഡോക്യുമെന്റ് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഫോമിലാണ് നിലവിൽ TOC ക്രമീകരിച്ചിട്ടുള്ളത്. TOCയിൽ നിന്ന് മുമ്പ് നമുക്കൊരു റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഒരു റെസിപ്റ്റ് നമ്മൾ ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം വലതുവശത്തായിട്ട് കാണുന്ന ആരോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്കൊരു സേവ് അല്ലെങ്കിൽ ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ടായിരുന്നു. പുതിയ അപ്ഡേഷൻ ശേഷം അതില്ല. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ രണ്ട് ഓപ്ഷൻസ് ആണുള്ളത്. ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ ചെയ്തിട്ട് എന്നിട്ട് ഡൗൺലോഡ് ദിസ് പേജ് എന്ന് പറഞ്ഞാൽ ഈ പേജ് മാത്രമായിട്ട് ഡൗൺലോഡ് ആവും. ഇവിടെ 8 പേജുകളുണ്ട് ഈ ഡോക്യുമെന്റിൽ. ഈ ഡോക്യുമെന്റിൽ മുഴുവൻ ഡീറ്റെയിൽസ് എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ദിസ് കറസ്പോണ്ടൻസ് എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇത് ഈ ഡോക്യുമെന്റ് പൂർണ്ണമായിട്ട് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ ഇനി ഇങ്ങനെ അല്ലെങ്കിൽ നമുക്ക് TOCയിലേക്ക് പോവാം. TOCയിലേക്ക് പോയി കഴിയുമ്പോൾ ഇപ്പം കുറെ അധികം റെസിപ്റ്റുകൾ ഇതിനകത്തുണ്ട്. ഇതിൽ ഏത് റെസിപ്റ്റ് ആണോ എനിക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടത് സെലക്ട് ചെയ്യുക. ഇവിടെ 2 റെസിപ്റ്റുകളാണ് ഉള്ളത്. ആ റെസിപ്റ്റിന് തൊട്ടപ്പുറത്തായിട്ട് ഒരു ഐ ബട്ടൺ കാണാൻ പറ്റും. ഈ ഐ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു പുതിയ പേജ് വരും. ഈ പേജിൽ ആ റെസിപ്റ്റിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉള്ള പേജാണ്. ഇവിടെ വലതുവശത്തായിട്ട് ഒരു PDF കാണുന്നുണ്ട്. ആ PDFൽ ക്ലിക്ക് ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. TOCയിൽ 2 രീതിയിൽ റെസിപ്റ്റുകൾ വരും. ഒന്ന് നമുക്ക് തപാലായിട്ട് കിട്ടിയത് നമ്മൾ CRUവിൽ നിന്ന് അയച്ചു തരുന്നതാണ് റെസിപ്റ്റ് ആയിട്ട് വരുന്നത്. ഇത് കൂടാതെ TOCയിൽ ഒന്നുകൂടി വരും. അതായത് നമ്മളൊരു ഡ്രാഫ്റ്റ് അപ്രൂവ് ആയി അത് ഡിജിറ്റൽ സൈൻ ചെയ്തു അല്ലെങ്കിൽ ഇ സൈൻ ചെയ്തു, അതിനുശേഷം ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാലും അത് TOCയിലേക്ക് വരും. ഇത്തരത്തിൽ വരുന്ന ഡോക്യുമെന്റ്സിന്റെ മുമ്പിലായിട്ട് ഐ എന്നൊരു ബട്ടൺ ഉണ്ടാവും. അതിനർത്ഥം വെച്ചാൽ ഇഷ്യൂ ചെയ്ത ഡോക്യുമെന്റ് ആണ്. സോ TOCയിൽ 2 തരത്തിലുള്ള ഡോക്യുമെന്റ്സ് ഉണ്ടാവും. ഒന്ന് റെസിപ്റ്റുകൾ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നതും, 2 നമ്മൾ ഡെസ്പാച്ച് ചെയ്ത ഡ്രാഫ്റ്റുകളും ഇവിടെയാണ് വരിക. ഈ ഡെസ്പാച്ച് ചെയ്ത ഡ്രാഫ്റ്റ് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഇതിന് മുമ്പിലായിട്ട് ഒരു ഐ ബട്ടൺ ഉണ്ടാവും. ഇനി നേരത്തെ റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞിരുന്നു. ഇനി അടുത്തതായിട്ട് ഇഷ്യൂ ചെയ്ത ഒരു ഡെസ്പാച്ച് ഡോക്യുമെന്റ് ആണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഇവിടെയും ഒരു ഐ ബട്ടൺ ഉണ്ട്. നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. പക്ഷെ ഇപ്പൊ വരുന്ന പേജിന് ഒരു വ്യത്യാസമുണ്ട്. മുമ്പത്തെ പേജ് പോലെയല്ല, ഒരു വ്യത്യാസമുള്ള ഒരു പേജാണ് വന്നിരിക്കുന്നത്. മുമ്പാണെങ്കിൽ ഒരു സിംഗിൾ സ്ക്രീൻ, ഒരു ഡബിൾ സ്ക്രീൻ വന്നിട്ടുണ്ട്. ഈ ഡബിൾ സ്ക്രീനിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മൾ ഇഷ്യൂ ചെയ്ത ഡ്രാഫ്റ്റ് ആണ് ഉള്ളത്. ഈ ഡ്രാഫ്റ്റിന്റെ വലതുവശത്തായിട്ട് ഒരു ആരോ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് വരുന്ന ലിസ്റ്റിൽ നമ്മൾ സേവ് കൊടുത്താലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, TOC എന്നൊരു ഡോക്യുമെന്റ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. സോ TOC എന്ന ഒരു ഡോക്യുമെന്റ് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നമുക്ക് 3 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ ആ ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഡൗൺലോഡ് ദിസ് പേജ് അല്ലെങ്കിൽ ഡൗൺലോഡ് ദിസ് കറസ്പോണ്ടൻസ് എന്ന് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ TOCയിലേക്ക് വന്നതിന് ശേഷം ഈ ഏത് റെസിപ്റ്റ് ആണോ ഡൗൺലോഡ് ചെയ്യേണ്ടത് അതിന്റെ വലതുവശത്തുള്ള ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു പേജ് വരും. ആ പേജിൽ ഒന്നുകിൽ വലതുവശത്ത് ഒരു PDF പടം ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക. ഇനി ഇതൊരു ഇഷ്യൂ ചെയ്ത ഡ്രാഫ്റ്റിന്റെ ആണെങ്കിൽ ഇടതുവശത്തായിട്ട് ആ ഡ്രാഫ്റ്റിന്റെ ഒരു ഫോട്ടോ കാണും. അതിന് മുകളിലായിട്ട് ആരോ ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ആരോ പറഞ്ഞിരുന്നു ഗ്രീൻ നോട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല എന്ന്. സോറി, ഗ്രീൻ നോട്ട് അല്ല, ഫ്ലാഗ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല എന്ന്. ഫ്ലാഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് റെഫർ ടു റെസിപ്റ്റ് എന്ന് ഞാൻ അടിക്കുന്നു. അതിനുശേഷം ഏത് റെസിപ്റ്റ് ആണോ എനിക്ക് റെഫർ ചെയ്യേണ്ടത് ആ റെസിപ്റ്റ് എന്ത് ചെയ്യുക, ജസ്റ്റ് ഞാൻ ഓപ്പൺ ചെയ്യുക. ഇവിടെ കിടപ്പുണ്ട് റെസിപ്റ്റ്. ഈ റെസിപ്റ്റ് ആണ് എനിക്ക് റെഫർ ചെയ്യണമെങ്കിൽ, ഫ്ലാഗ് ചെയ്യണമെങ്കിൽ അത് ഞാൻ ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്തതിന് ശേഷം എൻ്റെ നോട്ടിലുള്ള ആ ലൈൻ, ഞാൻ എഴുതിയ ലൈൻ ഒന്ന് സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേന് ഇവിടെ ഫ്ലാഗ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും, റെഫറൻസിങ്ങുള്ള ഓപ്ഷൻ വരുന്നു. ക്ലിക്ക് ചെയ്യുന്നു. ആ ഡോക്യുമെന്റിൽ എത്രാമത്തെ പേജാണ്, 2 പേജോട് ഞാൻ സെക്കൻഡ് പേജാണ് കൊടുക്കുന്നത്. ഓക്കെ കൊടുത്തു. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്ലാഗ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ വലിയ ഡോക്യുമെന്റ് ആണെങ്കിൽ അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം അറ്റൻഷന് വേണ്ടി ഇൻവൈറ്റ് ഇട്ടത് പേജ് നമ്പർ 23 എന്ന് കൊടുത്താൽ നമ്മൾ എന്നിട്ട് ഫ്ലാഗ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മേലുദ്യോഗസ്ഥന് ആ പേജിലേക്ക് പോകാനായിട്ട് പറ്റും. ഈ പേജിലേക്ക് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടോ, റെഫർ ചെയ്ത ഡോക്യുമെന്റിലേക്ക് വന്നിട്ടുണ്ടോ. ഇനി എനിക്കൊരു പ്രീവിയസ് നോട്ടാണ്, കുറെ നോട്ട്, ഒരു 100, 200, 300 നോട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പൊ ഒരു ഇമ്പോർട്ടന്റ് നോട്ട് എനിക്ക് റെഫർ ചെയ്യണമെങ്കിൽ റെഫർ, അല്ലെങ്കിൽ അറ്റൻഷൻ ഇൻവൈറ്റഡ് ടു
നോട്ട് ഒരു ഇതിനകത്തെ നോട്ട് നോക്കട്ടെ. പ്രീവിയസ് നോട്ട് ഇതിൽ കുറെ നോട്ട് നോട്ട് 11 അല്ല വേണ്ട, നോട്ട് 5 എന്ന് ഞാൻ കൊടുത്തു. അതിനുശേഷം എനിക്കിത് ഫ്ലാഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഇതങ്ങ് സെലക്ട് ചെയ്തു. അതിനുശേഷം പ്രീവിയസ് നോട്ട്സ് എന്നുള്ളത് നേരത്തെ ഞാൻ TOC ആണ് ഓണാക്കിയിരുന്നത്. അതിന് പ്രീവിയസ് നോട്ട് സെലക്ട് ചെയ്യുന്നു. പ്രീവിയസ് നോട്ട് സെലക്ട് ചെയ്തപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു, ഫ്ലാഗ് ചെയ്യാനുള്ള ബട്ടൺ, റെഫറൻസ് ചെയ്യാനുള്ള ബട്ടൺ എനേബിൾ ആയിട്ടുണ്ട്. പക്ഷേ ഈ സെലക്ഷൻ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യത്തില്ല, റെഫറൻസ് ചെയ്യാനുള്ള ബട്ടൺ വരില്ല. സോ നമ്മൾ ആദ്യം ഫ്ലാഗ് ചെയ്യാനുള്ള ഫസ്റ്റ് കണ്ടീഷൻ എന്ന് വെച്ചാൽ നമ്മുടെ നോട്ടിൽ സെലക്ട് ചെയ്യുക, അതിനുശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂ, റെഫറൻസിങ്ങിനുള്ള ബട്ടൺ വരുള്ളൂ. റെഫറൻസിങ് കൊടുക്കുന്നു. 5ാമത്തെ നോട്ടാണ് എനിക്ക് എന്ത് ചെയ്യേണ്ടത്, ഫ്ലാഗ് ചെയ്യേണ്ടത്. ഞാൻ 5ാമത്തെ നോട്ട് കൊടുത്തു. അതിൽ ഒന്നിൽ കൂടുതൽ പാരഗ്രാഫ് ഉണ്ടെങ്കിൽ ഇല്ല, ചെക്ക് സിസ്റ്റം ഒറ്റ പാരഗ്രാഫ് മാത്രമേ ഉള്ളൂ. ഞാൻ എന്ത് ചെയ്തു, ഓക്കെ കൊടുത്തു. അതെന്ത് ചെയ്തു, അതും റെഫർ ചെയ്തു. റെഫർ ചെയ്യുന്നതിന്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഒരു പേജിലേക്ക് പോകാനായിട്ട് പറ്റും. ഇൻവൈറ്റഡ് അറ്റൻഷൻ വെരി നോട്ടിഫൈ, ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫ്ലാഗ് ചെയ്യുന്നത്. ഫ്ലാഗ് ചെയ്യുന്നതിന് വ്യത്യാസമൊന്നും വന്നിട്ടില്ല. പിന്നെ അടുത്ത പ്രധാനമായിട്ടുള്ള ഒരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻട്രായി ഓഫീസിൽ നമുക്ക് യുഎ നോട്ടുകൾ കിട്ടുന്നത് നമ്മുടെ ഇൻട്രായി ഓഫീസിലാണ്. ഈ കിടക്കുന്നതാണ് നമ്മുടെ ഇൻട്രായി ഓഫീസ് എന്ന് പറയുന്നത്. ഇൻട്രായി ഓഫീസ് ഞാൻ ഓപ്പൺ ചെയ്തു. ഇൻട്രാ ഓഫീസ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് കുറേ തപാലുകൾ വന്ന് കിടപ്പുണ്ടാവും. അപ്പൊ മുമ്പൊക്കെ ആണെങ്കിൽ എനിക്ക് 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ ഇത് ഡിലീറ്റ് ചെയ്യാം, അതായത് ആവശ്യമില്ലാത്തൊരു സാധനമാണ്, അല്ലെങ്കിൽ ആൾറെഡി കിട്ടിയ ഒരെണ്ണമാണ് എനിക്ക് ഡിലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ വാട്ടവർ, അതൊരു സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് ഞാൻ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആരും ഡിലീറ്റ് ചെയ്യരുത്. നമ്മൾ സാധാരണ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇന്റർ ഓഫീസിൽ വരുന്ന റെസിപ്റ്റുകൾ ഡയറൈസ് ചെയ്തിരുന്നത്. പക്ഷെ ചിലപ്പോൾ ചില സിറ്റുവേഷൻസിൽ എന്ത് ചെയ്യും, നമുക്കല്ല വേറൊരാൾക്ക് അയക്കേണ്ട, ഇന്റർ ഓഫീസിൽ അയക്കേണ്ട ഒരു ഡോക്യുമെന്റ് ആണ്, അത് നമുക്ക് വന്നു. ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിപ്പോ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും, ആ ബന്ധപ്പെട്ട ആൾക്കാർക്ക് അയച്ചു കൊടുക്കാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ട് ഒരു പുതിയ ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇന്റർ ഓഫീസിൽ ഞാനുമായി ബന്ധപ്പെട്ട അല്ലാത്ത ഒരു ഡോക്യുമെന്റ് ആണ് വന്നെങ്കിൽ ബന്ധപ്പെട്ട ആൾക്ക് അസൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് വലതുവശത്തായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അസൈൻ ഡയറൈസർ എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. ഏത് യൂസറിനാണോ നമുക്ക് ഫോർവേഡ് ചെയ്യേണ്ടത് ആ യൂസറിന്റെ പേര് കൊടുക്കുക. സെർച്ച് ചെയ്യുക, ആ യൂസറിനെ സെലക്ട് ചെയ്യുക, അസൈൻ കൊടുത്താൽ എന്ത് ചെയ്യും, നമ്മുടെ ഇന്റർ ഓഫീസിൽ നിന്ന് എന്ത് ചെയ്യണം, ഇത് പോയിക്കോളും. ഇങ്ങനെ ഒരു പുതിയൊരു കാര്യം കൂടി വന്നിട്ടുണ്ട്. സോ ഇന്ററായി ഓഫീസിൽ സാധാരണ JS-മാർക്ക് AO-മാർക്ക് ക്ലർക്കുമാർക്ക് അയച്ച ഒരു യുഎനോട്ടിന്റെ കോപ്പി JS-ന് പോവും, AO-ക്കും പോവും. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇപ്പം നിലവിൽ AO-യും JS വരുന്നിട്ട് ഇന്റർ ഓഫീസിൽ വന്ന റെസിപ്റ്റ് ഡയറൈസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതിന് പകരം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബന്ധപ്പെട്ട സെക്ഷനിലേക്ക് ആ തപാലിൽ ഫോർവേഡ് ചെയ്ത് കൊടുക്കാൻ, ആ ബന്ധപ്പെട്ട സെക്ഷന്റെ ഇന്റർ ഓഫീസിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഫോർവേഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് പുതിയതായിട്ട് വന്നിട്ടുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് ഇപ്പം റെസിപ്റ്റ് ഇൻബോക്സ് ആണ്. ഇതാണ് നമ്മുടെ റെസിപ്റ്റ് ഇൻബോക്സ് എന്ന് പറയുന്നത്. റെസിപ്റ്റ് ഇൻബോക്സിൽ നമുക്കിപ്പോ ഒരു റെസിപ്റ്റ് വന്ന് കിടക്കുകയാണ്. ആ റെസിപ്റ്റ് വന്ന് കിടക്കുമ്പോൾ മുമ്പ് അതിന്റെ ഡീറ്റെയിൽസ്, റെസിപ്റ്റ് വന്നാൽ അതിന്റെ ഡീറ്റെയിൽസ് വലതുവശത്തായിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അതിനൊപ്പം ഹിസ്റ്ററി എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കൂടി വന്നിട്ടുണ്ട്. അതിന്റെ മൂവ്മെന്റ് നമുക്ക് കാണാനായിട്ട് പറ്റും. ബേസിക് ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്ത് അതിന്റെ ബേസിക് ഡീറ്റെയിൽസ് കാണാം.